കാർഡ്ബോർഡ് കൊണ്ടൊരു ഹാങ്ങിങ് ഉണ്ടാക്കാം കേട്ടോ. വാൾ ഹാങ്ങിങ് നല്ല ഭംഗിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതാ കടലാസ് പെട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒരു ആകൃതിയിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മളിഷ്ട രീതിയിൽ നമുക്ക് ഇട്ടെടുക്കാം. പക്ഷേ ഞാൻ ഈ രീതിയിലാണ് വെട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഭംഗി കിട്ടുന്നുണ്ട്. ചുമരുമലൊക്കെ ഒട്ടിച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ള് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. 3 ഫ്ലവറിനുള്ളതാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. 3 ഫ്ലവറിനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ പേപ്പർ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് കറുത്ത പെയിൻറ്റ് അടിച്ച് കൊടുക്കുക. സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പെട്ടെന്ന് കഴിയും. എന്നിട്ട് ഗോൾഡൻ കളറിലുള്ള ഒരു പെയിൻറ്റ് അതിൻ്റെ വക്കിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്നൊരു ചെറിയ ലൈനായിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ഭംഗി കിട്ടും. ബ്ലാക്കും ഗോൾഡനും ആകുമ്പോൾ കൂടുതൽ ഭംഗി കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുത്ത് വരാം. ഓക്കെ. പെയിൻ്റ് അടിക്കുമ്പോൾ എപ്പോഴും മടിയിലൊരു വേറെ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ അത് മറ്റുള്ള സാധനത്തിലും ആവും. അങ്ങനെ എല്ലാതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നടുക്കൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നാണ്ട് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ ലേശം മടങ്ങിയും കൊണ്ട് വരണം. ആ രൂപത്തിലാക്കി എടുക്കാനാണ് നടുക്കൊന്ന് വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. അതെല്ലാം നമുക്ക് വെട്ടിയെടുക്കാം. എല്ലാം ഒരേ വലുപ്പത്തിലല്ല കേട്ടോ. രണ്ടാമത്തെ ഉള്ളിലുള്ള രണ്ടാമത്തെ അത് കുറച്ച് ചെറുത് വേണം. ഓക്കെ. ചെറുതും വലുതും പാടെയാണ് വേണ്ടത്. ഒരേ രൂപത്തിൽ ഒരേ വലുപ്പത്തിലുള്ളതല്ല വേണ്ടത്. കുറച്ച് അളവ് വ്യത്യാസം വേണം. നമുക്കെല്ലാം വെട്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ കട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നടുക്കൊന്ന് ഇങ്ങനെ ഉണ്ടോ പശ തേച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിതാ ഇതുപോലൊരു ആകൃതിയിലാണ് ഞാൻ അതിൻ്റെ ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് കയറ്റോ ഇറക്കോ അങ്ങനെ രൂപത്തിൽ ഒരു മല രൂപത്തിലാക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിന്മേലാണിത് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ ആദ്യം നമുക്ക് വലുത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഉണ്ടാവും നടുക്ക അടിഭാഗം ഒന്ന് കൊണ്ടുപോയിഞ്ഞിട്ട് ഇരിക്കും. അങ്ങനെ എല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം വലുത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതാ അടിഭാഗത്ത് നമ്മൾ 4 എണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം വലിയ ഫ്ലവർ ആകുമ്പോൾ 4 എണ്ണേ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ടും കൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളത് എല്ലാതും 3 ഫ്ലവറും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലത്തെ അടുത്ത റൗണ്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അടുത്തത് ഇതിൻ്റെ ചെറിയ ലീഫ് എടുക്കണം. ഓക്കെ. എന്നിട്ട് ആ ലീഫ് വേണം നമുക്ക് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കാൻ. അതിൻ്റെ കുറച്ച് തൊട്ട് താഴേക്ക് അങ്ങനെ വെക്കണം. അങ്ങനെ അതും നമുക്ക് ഫുള്ളാക്കി വെച്ചിട്ട് വരണം. ഓക്കെ. അപ്പോൾ നല്ല ഭംഗിയായില്ലേ കണ്ടിട്ട്.
അതിൻ്റെ ഉള്ളിലേക്ക് അതിനും ചെറുത് വേണമെങ്കിൽ വെക്കാം കേട്ടോ. പക്ഷെ ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. അത് ഇവിടെ വേറൊരു ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ചെറുതും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ വേറൊരു ഭംഗിയിൽ കിട്ടും. അതൊക്കെ നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഉണ്ടാക്കിയ ഐഡിയ ഇങ്ങനെയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മൾ വെച്ച് കഴിഞ്ഞു. കണ്ടോ നല്ല ഭംഗിയായില്ലേ. ഇനി അതിൻ്റെ ഉള്ളിതാ ഈ കടലാസും പെട്ടി തന്നെ ഞാൻ അങ്ങനെ വെട്ടിങ്ങാണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. പക്ഷെ അവിടെ ചെറിയൊരു പാൾട്ട് പറ്റി. നമ്മൾ ആദ്യം പെയിൻറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം അത് വെട്ടി കൊടുക്കാൻ. ഗോൾഡൻ കളറ് ഞാനത് വെട്ടി കഴിഞ്ഞിട്ട് ശേഷമാണ് പെയിൻറ്റ് കൊടുത്തതുകൊണ്ട് കറക്റ്റ് എനിക്ക് ഫുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ ഇതുപോലെ ഒരു ലീഫ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ ഞാൻ എങ്ങനെയൊക്കെ വേണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ യുക്തിയും മൈൻഡൊക്കെ അനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. ഞാനിങ്ങനെ ഓരോ ലീഫ് അപ്പുറം ഇപ്പുറത്തും ഓരോ ലീഫ് ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയായില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചുമരും ഒട്ടിച്ച് കഴിഞ്ഞാൽ